CUT എക്സാമിനേഷൻ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്ട് കോമ്പിനേഷൻ ആണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ സയൻസ് വ്യത്യസ്തമായിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഏതൊക്കെയാണ് ഡൊമൈൻ സബ്ജക്റ്റുകൾ എഴുതേണ്ടത്, അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ വിശദമായിട്ട് നോക്കാം. നിങ്ങൾക്ക് CUTയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ അപ്ഡേറ്റ് കിട്ടാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ലിങ്ക് കൂടി അതിൽ കൊടുത്തിട്ടുണ്ടാവും. ആ കമ്മ്യൂണിറ്റിയിൽ കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ നമ്മൾ CUTയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന അപ്ഡേറ്റുകളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും CUT റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിലൂടെ കിട്ടുന്നതാണ്. അപ്പം നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ഓരോരോ കോഴ്സുകളെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് ചാനലിൽ അല്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കാണുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് എനിക്ക് കാണാൻ സാധിക്കും. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ വ്യത്യസ്ത ക്യാമ്പസുകളിൽ വ്യത്യസ്ത കോളേജുകളിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് BSc പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BSc ഹോണേഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് നിങ്ങൾ സെക്ഷൻ 1 നിന്നും ഒരു ഭാഷ, അതായത് ഇംഗ്ലീഷോ ഹിന്ദിയോ നിങ്ങൾ പഠിച്ചിരിക്കണം. മാത്സ് നിർബന്ധമാണ്. എനി 2 ഫ്രം സെക്ഷൻ 2 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷും 3 ഡൊമൈൻ സബ്ജക്റ്റിൽ 1 മാത്സും ആവണം എന്നുള്ളതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയ. രണ്ടാമത്തത് അസാം യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. അസാം യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റഗ്രേറ്റഡ് ബാച്ചലർ ആൻഡ് മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള കോഴ്സാണുള്ളത്. അവിടെ BSc MSc പ്രോഗ്രാമാണ്. ഇംഗ്ലീഷ്, ഫിസിക്സ്, മാത്സ്, എനി 1 ഡൊമൈൻ സബ്ജക്ട് ഫ്രം സെക്ഷൻ 2. ഫിസിക്സും മാത്സും നിർബന്ധമാണ്, പ്ലസ് ഒരു ഡൊമൈൻ സബ്ജക്റ്റ് കൂടി വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിലും കമ്പ്യൂട്ടർ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ BSc ഹോണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന കോഴ്സാണ്. അവിടെ ജനറൽ ടെസ്റ്റ് ആണ് ആന്ധ്രാപ്രദേശിൽ ചോദിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും പ്രത്യേകത നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക നോക്കുകയാണെങ്കിൽ അവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് BSc കമ്പ്യൂട്ടർ സയൻസ്. ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സുമാണ് എഴുതുന്നത്. അപ്പോൾ ചില സബ്ജക്റ്റുകൾക്ക് ചില കോഴ്സിന് യൂണിവേഴ്സിറ്റി സ്പെസിഫിക്കേഷനിൽ നിങ്ങൾ ഇന്ന സബ്ജക്റ്റ് പഠിക്കണം എന്ന് പറയുന്നുണ്ടാവും. ചിലതിൽ അങ്ങനെ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ 4 ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ് ഹോണേഴ്സ് റിസർച്ച് പ്രോഗ്രാം ആണുള്ളത്. അവിടെ ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സുമാണ് നിങ്ങൾ BSc കമ്പ്യൂട്ടർ സയൻസിന് വേണ്ടി എഴുതേണ്ടത്. ഹേമാവതി നന്ദൻ ബഹുഗുണ ഗർവൽ യൂണിവേഴ്സിറ്റി ഉത്തരാഖണ്ഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ BSc കമ്പ്യൂട്ടർ സയൻസ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മാത്രമേ ഉള്ളൂ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിലെ അമർകണ്ടകിലുള്ള യൂണിവേഴ്സിറ്റിയാണ് IGNTU. ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയിൽ അണ്ടർ ഗ്രാജുവേറ്റ് കമ്പ്യൂട്ടർ സയൻസിലുള്ള കോഴ്സ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസ് ഓർ മാത്സ്. കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ മാത്സോ ആണ് നിങ്ങൾ എഴുതേണ്ടത് എന്നതാണ്. നാഷണൽ സംസ്കൃത് യൂണിവേഴ്സിറ്റി ഉണ്ട് ആന്ധ്രാപ്രദേശിൽ. അവിടെ BSc ഇൻ കമ്പ്യൂട്ടേഴ്സ് എന്ന കോഴ്സ് ഉണ്ട്. എനി ലാംഗ്വേജ്, മാത്സ് സെക്ഷൻ 3 നിർബന്ധമല്ല എന്നതാണ്. സംസ്കൃത് പഠിക്കണം എന്നുള്ളതാണ് പ്രിഫറൻസ്. സംസ്കൃത് പഠിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ സംസ്കൃത് എഴുതിയ ആളുകൾക്ക് പ്രിഫറൻസ് ഉണ്ടാവും. നോർത്ത് ഈസ്റ്റേൺ ഹിൽ യൂണിവേഴ്സിറ്റി ഉണ്ട് ഷില്ലോങ്ങിൽ. അവിടെ BSc മാത്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആണുള്ളത്. ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ സയൻസ് സെക്ഷൻ 3 ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ 4 ഇയർ BSc ഓണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാം ആണുള്ളത്. സെക്ഷൻ 2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി എഴുതേണ്ടത്. വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ഉണ്ട് വെസ്റ്റ് ബംഗാൾ. വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ BSc ഓണേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ആൻഡ് സിസ്റ്റം സയൻസ് ആണുള്ളത്. കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫോർമാറ്റിക്സ് പ്രാക്ടീസസ് ഓർ മോർ മാത്സ് ആണ് അവിടെ എഴുതേണ്ടത്. കോട്ടൺ യൂണിവേഴ്സിറ്റി ഉണ്ട് ആസാമിൽ. അവിടേക്ക് പോവുകയാണെങ്കിൽ അവിടെ BSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണുള്ളത്. ഓണേഴ്സ് പ്രോഗ്രാമാണ്. എനി 1 ലാംഗ്വേജ് ആൻഡ് എനി 2 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഡോക്ടർ ശകുന്തള മിശ്ര നാഷണൽ റിഹാബിലിറ്റേഷൻ യൂണിവേഴ്സിറ്റി ഉണ്ട് ലക്നോയിൽ. അവിടെ BSc കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആണുള്ളത്. സെക്ഷൻ 2 കമ്പ്യൂട്ടർ സയൻസ് ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഖ്വാജ മൊയ്തീൻ ചിസ്തി ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഉണ്ട് UPയിൽ. അവിടെ BSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ആണ് ഇത്. അപ്പോൾ യൂണിവേഴ്സിറ്റികൾക്കനുസരിച്ച് മാറുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ യൂണിവേഴ്സിറ്റികളും വ്യത്യാസമുണ്ട്. വിക്രം യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ BSc കമ്പ്യൂട്ടർ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആണ് അവിടെയും ഡൊമൈൻ സബ്ജക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. ഭഗവന്ത് യൂണിവേഴ്സിറ്റി ഉണ്ട് അജ്മീറിൽ. അവിടെ BSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളാണ്. ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെയാണ് എഴുതേണ്ടത്. ഗ്രാഫിക് റാഹിൽ യൂണിവേഴ്സിറ്റി ഉണ്ട് ഉത്തരാഖണ്ഡിൽ. അവിടെ BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ് ആണുള്ളത്. മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ DAV യൂണിവേഴ്സിറ്റി ഉണ്ട് പഞ്ചാബിൽ. പ്രൈവറ്റ് സെക്ടറിലാണ് BSc കമ്പ്യൂട്ടർ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ 2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട് പഞ്ചാബ് LPU.
അവിടെ BSc ഓണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലൈസേഷൻ ആണ്. അവിടെ സെക്ഷൻ 1 നിന്ന് ഇംഗ്ലീഷും സെക്ഷൻ 2 കമ്പ്യൂട്ടർ ഓർ സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് ആണുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളൊക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുപോലെ CUT റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും ഒതൻറ്റിക് ആയിട്ട് മലയാളത്തിൽ നിങ്ങൾക്ക് CUT റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് CUT അപ്ഡേറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ചാനലാണ് എജുപോർട്ടിൻ്റെ ഈ ചാനൽ. അതുകൊണ്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അതിനനുസരിച്ച് തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.